അരികിൽ പോയി മറ്റുള്ള വർത്തമാനങ്ങൾ പറഞ്ഞു പിരിഞ്ഞു പോരുന്നു. മരണാസന്നനായ രോഗിയാണെങ്കിൽ അവിടെ നെടുവീർപ്പും വെപ്രാളവും ചുടുനിശ്വാസവും അതുപോലെ തന്നെ ഖേദപ്രകടനവും സഹതാപ വാക്കുകളും ഒക്കെ പറയുന്നു. അതുകൊണ്ടൊന്നും കാര്യമില്ല കേട്ടോ. ഈ രോഗിക്ക് വല്ല ഉപകാരവും കിട്ടണോ, ഈ മയ്യത്തിന് വല്ല ഉപകാരവും കിട്ടണോ, ആ സ്ഥലത്താരെങ്കിലും ഹാജരുണ്ടെങ്കിൽ പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ നല്ലത് പറയണേ. ഈ മയ്യത്തിന് വല്ല ഉപകാരവും കിട്ടണോ, ആ സ്ഥലത്താരെങ്കിലും ഹാജരുണ്ടെങ്കിൽ പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ നല്ലത് പറയണേ, നല്ലത് പറയണേ. നല്ല കാര്യത്തിന് അല്ലാഹുവിനോട് ചോദിക്കണേ. ഫഖൂലു ഖൈറാ, നിങ്ങൾ നല്ലത് പറയണം എന്നല്ലേ ഹദീസിലുള്ളത്. ഏറ്റവും വലിയ നല്ല വാക്ക് ഖുർആനല്ലേ. ഖൈറുൽ കലാമി കലാമുല്ലാഹ്, വർത്തമാനങ്ങളിൽ വെച്ച് ഏറ്റവും മുന്തിയ വർത്തമാനം അള്ളാന്റെ കലാമല്ലേ. അപ്പോൾ പിന്നെ രോഗിയുടെ അരികിലിരുന്നു കൊണ്ട് പ്രത്യേക മരണം ആസന്നമായ രോഗിയുടെ സമീപത്ത് യാസീൻ ഓതിക്കൊടുക്കലല്ലേ വേണ്ടത്. അതല്ലെങ്കിൽ മരിച്ച മയ്യത്തിന് സമീപത്തിരുന്നു കൊണ്ട് ഈ ഖുർആൻ ഓതലല്ലേ വേണ്ടതെന്നല്ലേ ആ ഹദീസിൽ പറയുന്നു. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ ഹദീസ് പറഞ്ഞു തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹദീസ് ആദ്യമായി കേൾക്കാൻ ഭാഗ്യം കിട്ടിയ സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും, അവരൊക്കെ അതിൽ നിന്ന് എന്താണ് പഠിപ്പിച്ചത്, എന്താണ് മനസ്സിലാക്കിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഇതങ്ങ് പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഫൈനൽ മലായികത, നിശ്ചയമായും മലക്കുകൾ യുഅമ്മിനൂൻ, അവര് ആമീൻ ആമീൻ എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അലാ മാ തഖൂലൂൻ, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക്.